ഹലോ, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ വാർത്തയാണ് കേട്ടോ. ഞാൻ കുറേ മാസങ്ങളായിട്ട് ഞാൻ തൊഴിൽ വാർത്ത പഠിക്കുന്നതേ ഇല്ല. കാരണം വേറെ ഒന്നുമില്ല, ഒരുപാട് കണ്ടന്റ് ഉള്ളത് കൊണ്ട് വാങ്ങിച്ച് വെക്കും. പക്ഷേ ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ പഠിക്കും, അത് കഴിഞ്ഞ് അത് അവിടെ കിടക്കും. അതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് വാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഈ മാസത്തെ ഈ ആഴ്ചയിൽ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടോ, നമുക്ക് എക്സാമൊക്കെ ആകുമ്പോഴത്തേനും പഠിച്ച് തീരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ്. അപ്പോഴത്തേനും അതിൽ കണ്ടന്റുകളല്ല, അതിൽ ഇപ്പോൾ വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് വായിച്ച് പെട്ടെന്ന് തീരുമല്ലോ. മോക്ക് ടെസ്റ്റുകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതിനകത്ത് കറണ്ട് അഫെയർസും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരിശീലനം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കണ്ടന്റുകളുണ്ട്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ നമ്മുടെ SIൻ്റെയും പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. പിന്നുള്ളത് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ച വിഷയങ്ങളാണെങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നല്ലതാണ്, വളരെ യൂസ്ഫുൾ ആണ്. ഇനിയിപ്പോൾ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാതിരിക്കുന്നവർക്കാണെങ്കിൽ ഈ തൊഴിൽ വാർത്തകളിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് യൂസ്ഫുൾ ആവും. പിന്നെ SIക്കും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിനൊക്കെ നോക്കുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ BNS ആണല്ലോ, അപ്പോൾ ആ ഒരു ടോപ്പിക്കൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് പഠിച്ചാൽ മതിയാവും. എല്ലാം കൂടെ ഒരു ദിവസം പഠിച്ച് ബേർഡൻ ആവുന്നതിനേക്കാട്ടിലും നല്ലത് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ്. പിന്നെ കറണ്ട് അഫെയർസ് എൻ്റെ സെപ്റ്റംബർ വരെയുള്ള 2024 സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫെയർസ് തീർന്നിട്ടുണ്ട് കേട്ടോ. തീർന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മൊത്തം പഠിച്ചു എന്നല്ല, ജസ്റ്റ് നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ തൊഴിൽ വാർത്തയ്ക്കകത്ത് ഒരുപാട് കറണ്ട് അഫെയർസ് ഉണ്ട്. ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ അല്ലല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ അതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ പഠിക്കുന്നവർ ഇനി വലിച്ചു വാരി പഠിക്കാതെ സെലക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇനി അധികം സമയമില്ലല്ലോ. ഫസ്റ്റ് ഫേസ് മെയ് 24-ാം തീയതിയും സെക്കൻഡ് ഫേസ് ജൂൺ 28-ാം തീയതിയൊക്കെയാണ്. അപ്പോൾ ജൂൺ 28-ാം തീയതിയൊക്കെ കിട്ടുന്നവർക്ക് കുറച്ചും കൂടെ സമയമുണ്ട്. പക്ഷേ മെയ് 24 എന്ന് പറയുമ്പോൾ എന്തായാലും ഇന്നിപ്പോൾ 2-ാം തീയതി ആയല്ലോ, ഒട്ടും സമയമില്ല. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് അത് ഫുള്ളായിരുന്ന് വായിച്ച് തീരുമ്പോഴേക്കും തന്നെ മെയ് 24 ആവും. അപ്പോൾ അതിന് നിൽക്കാതെ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് കൂടുതൽ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ കുറേ അടുപ്പിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ടോപ്പിക്ക് മാത്രം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം ഫോക്കസ് ചെയ്യുന്നവരോടാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുറച്ച് ടഫാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൊരു സ്കോർ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും എന്നുള്ള GK ടോപ്പിക് ഉണ്ടാവില്ലേ, അതും കൂടെ ഉറപ്പായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇപ്പോൾ നീതി ആയോഗ്, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, പിന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ മൗലികാവകാശം, അപ്പോൾ ഇതിന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് വരും എന്നുള്ളൊരു നമുക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ മാത്രം നോക്കുക. അപ്പോൾ അധികം സമയം പോവില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നാൽ നമുക്കൊരു മാർക്ക് കിട്ടുകയും ചെയ്യും. ആദ്യമൊക്കെ ഞാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് കേട്ടോ പഠിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ മലയാളം ആണെങ്കിലും അതുപോലെ തന്നെ GKയിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് എനിക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് കറണ്ട് അഫെയർസ് ഒരിക്കൽ വായിക്കുന്നത് പോലെ കുറേ തവണ വായിച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്കിത് ഓർമ്മ നിൽക്കുള്ളൂ. ഇപ്പോൾ സ്പോർട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തലയിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരു തവണ വായിക്കുന്ന പോലെ 2-ാം തവണയും 3-ാം തവണയൊക്കെ വായിച്ച് അതൊന്ന് പതുക്കെ ഇരുന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അത് ക്ലോസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അറിയാത്ത സബ്ജക്റ്റുകൾ നമ്മൾ ഒരു 2-3 പ്രാവശ്യം അതിൽ കൂടെ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്കതൊന്ന് പരിചയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആദ്യം വായിക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഈസി ആവും. രണ്ടാമത് വായിക്കുന്നതിനേക്കാട്ടിലും അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഈസി ആവും 3-ാമത് വായിക്കുമ്പോൾ. പിന്നെ കാണുമ്പോൾ നമുക്ക് ആദ്യം എടുത്ത ടൈമിൻ്റെ അത്ര ഉറപ്പായിട്ട് 3-ാമത്തെ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ സമയം എടുക്കില്ല, അത് 100% ഉറപ്പാണ്.
മലയാളം ആണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. ഒരു ദിവസം എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണം, എത്ര അറിയാമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിലും. കാരണം ഇപ്പോൾ കുറച്ച് പുതിയ പുതിയ പര്യായ പദങ്ങളും അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ എവിടെയും കേട്ടിട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ മാത്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് അറിയുന്ന മാത്സ് മാത്രമേ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം എനിക്ക് അറിയാത്ത കുറച്ചും കൂടെ ടഫായിട്ടുള്ള മാത്സിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു മൈൻഡിൽ പഠിക്കാതെ പതുക്കെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പതുക്കെ തീർന്നാൽ മതി എന്നുള്ളൊരു ആ ഒരു കൂൾ മൈൻഡിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പഠിത്തം ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചിമാരും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും മേമമാര് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് എല്ലാവരും കൂടെ. കുറേ ദിവസമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടിയിട്ട്, അതായത് ഒരാളില്ലെങ്കിൽ ചിലപ്പോൾ ഒരാളുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും തിരക്കായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും വീഡിയോയ്ക്കകത്തില്ല കേട്ടോ, കാരണം ചിലർക്കൊക്കെ വീഡിയോയിൽ വരാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിക്കുന്നില്ല. പണ്ടൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ എല്ലാവരും കൂടെ, ഇത് അമ്മയുടെ വീടാണ്, അപ്പോൾ അമ്മയുടെ വീട്ടിൽ ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് മേമമാരുടെ മക്കളും അതുപോലെ തന്നെ ഞങ്ങളും എല്ലാവരും കൂടെ ഇവിടെ കുറേ ദിവസം അടിച്ചു പൊളിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ അതിനൊന്നും സമയമില്ല. എന്നാലും ഉള്ള സമയം കൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കൂടും കേട്ടോ. ഞാൻ ചിങ്കൂനെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൾ ആദ്യമൊക്കെ കരഞ്ഞു, പിന്നെ സെറ്റായി. ഫുഡെല്ലാം രാവിലെ തന്നെ അമ്മയും മേമമാരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് മാങ്ങച്ചാറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ കുറച്ച് മാങ്ങയൊക്കെ വലിച്ചിട്ട് വന്നു കേട്ടോ. ഞാനല്ല, ചേച്ചിയാണ് ഇതൊക്കെ വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇന്നൊരു പണി ഉണ്ടായിരുന്നില്ല, ഉണ്ണികളെ നോക്കുക എന്നുള്ള പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. അവള് ആദ്യം ജസ്റ്റ് ഒന്ന് കരഞ്ഞാലും പിന്നെ ആരുടെ അടുത്തായാലും പോവും കേട്ടോ. ഫസ്റ്റ് ഒരു കരച്ചിലുണ്ടാവും, പിന്നെ ആള് ശരിയായിക്കോളും, അങ്ങനെ ഇരുന്നോളൂ. ഒരവിടെ തന്നെ അവളെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് മാത്രം. നമ്മളിങ്ങനെ ഇങ്ങനെ ലോകം മുഴുവൻ നടക്കണം. അങ്ങനെയാണെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കരയാനൊക്കെ തുടങ്ങും. ഞാൻ അവളോട് ബൈ പറയൂ, ഹായ് പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമറ നോക്കിയിട്ട്. അവളെ തന്നെ കാണുമ്പോൾ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കസിൻസ് 6 പേരാണ് കേട്ടുള്ളത്. അപ്പോൾ പണ്ട് സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ വീട്ടിൽ വന്ന് ഭയങ്കര കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഏട്ടന്മാർക്കൊക്കെ ജോലിയായി, അതുപോലെ തന്നെ ചേച്ചിമാരും ജോലിക്ക് പോവും, പിന്നെ കല്യാണം കഴിഞ്ഞൊക്കെ പോയി, അങ്ങനെയൊക്കെ ആയി. ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി. ഇനി ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ക്യാമറയിലൊക്കെ ഫേസ് കാണിക്കാൻ കുറച്ചൊരു മടിയാണ്, അതുകൊണ്ടാണ് അധികം വരാത്തത് കേട്ടോ. ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാൻ ടൈമായപ്പോൾ ഞാൻ അവളെ അവളുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോഴേക്ക് ഇലയൊക്കെ അമ്മ വലിച്ചിവിടെ സെറ്റാക്കി തന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. PSCയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ചേച്ചിക്ക് ഒരു 7-8 മാസം പഠിക്കുമ്പോഴത്തേനും തന്നെ അവൾക്ക് ജോലി കിട്ടിയിട്ടോ, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ചേച്ചി സർവീസിൽ കയറിയിട്ട് 5 വർഷം അതിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഏകദേശം. അവളൊരു 7 മാസമൊക്കെ പഠിക്കുമ്പോഴത്തേനും നന്നായിട്ട് പഠിക്കും ചേച്ചി. അപ്പോൾ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 70-71 റാങ്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ ആ സമയത്തൊക്കെ നല്ല ചെറുതായിരുന്നു. ചേച്ചിക്ക് ആദ്യം ഇൻഫോ പാർക്കിലായിരുന്നു കേട്ടോ ജോലി ഉണ്ടായിരുന്നത്, എറണാകുളം. പിന്നെ അത് റിസൈൻ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസമൊക്കെ പഠിക്കുമ്പോഴത്തേനും അവൾക്ക് ജോലി കിട്ടി. അപ്പം നമ്മൾ വിചാരിക്കും ആ സമയത്തൊക്കെ കുറച്ച് ഈസി ആയിരുന്നല്ലോ PSC, ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ലല്ലോ എന്ന്. ശരിയായിരിക്കും, പക്ഷേ ആ സമയത്തും ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടുന്ന പോലെയുള്ള ഒരു സോഴ്സും അന്ന് അവൈലബിൾ ആയിരുന്നില്ല. ഈ തൊഴിൽ വാർത്തയിലും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ചേച്ചി എന്നോട് രാത്രിയൊക്കെ ഇങ്ങനെ 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയും അവളിങ്ങനെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെയൊന്നും അല്ല, എങ്ങോട്ടും പോവില്ല, ഫുൾ ടൈം ഇരുന്ന് പഠിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ചേച്ചി ഇനി വരുന്ന സമയത്ത് ഞാൻ അവളുടെ PSC ജേണീനെ കുറിച്ചിട്ടൊരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് മേമയുടെ മോളും മോനൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇലയൊക്കെ ഇട്ടു. മാങ്ങാച്ചാറ്, അതുപോലെ തന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം, പിന്നെ ചോറ്, അതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുട്ടികളും എല്ലാവരും കൂടെ ഒരു തിരക്കായിരുന്നു.
ഇല ഇട്ടതേ ഓർമ്മയുള്ളൂ, ഞങ്ങൾ ആദ്യം കയറിയിരുന്ന ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പഠനവും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.